നമുക്കിന്നെങ്ങനെ ഒരു ഇൻസ്റ്റൻ്റായിട്ട് വെജ് ദോശ ഉണ്ടാക്കാൻ നോക്കാം. വെജ് ദോശ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ഉള്ളിലേക്ക് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ ചെന്നോളും. നല്ല എളുപ്പമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം മാവരച്ചതൊന്നും ഇരിപ്പില്ലെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ, പിന്നെ ഒരു കപ്പ് അരിപ്പൊടി, ഇത് നൈസായിട്ടുള്ള പത്തിരി അതിൽ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി, പിന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ട് നല്ല കനം കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിൽ മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, സവാള, ക്യാരറ്റ്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അത് മിക്സ് ചെയ്തു. വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് മാവ്. നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ റവ ഒന്ന് വലുതായിട്ട് മാവ് കുറച്ചും കൂടി ഒന്ന് തിക്കായതുപോലെ തോന്നും. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളുടെ ഈ മാവ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് തവി വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തവയിലേക്ക് ഒഴിക്കാനാണ് എളുപ്പം. അപ്പോൾ ഞാൻ ഇവിടെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. നടുവിൽ കുഴിയില്ലാത്തതും അതുപോലെ പൊങ്ങി നിൽക്കാത്തതുമായിട്ടുള്ള തവയാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഗ്ലാസ്സിൽ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പരന്ന ഫ്ലാറ്റായിട്ടുള്ളൊരു തവയാണെങ്കിൽ എപ്പോഴും അതാണ് നല്ലത് ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കാൻ. എന്നിട്ട് ദോശ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മോൾ ഭാഗത്തെ നനവൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാലൊന്ന് ഇങ്ങനെ തടവി കൊടുക്കാം. ഈ ദോശ നമുക്ക് മറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഹോളിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് ബ്രൗൺ നിറായി കഴിയുമ്പോൾ നമുക്കിത് സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് ഈ ദോശ നമുക്ക് തവയിൽ നിന്ന് വിടിയിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അതുപോലെ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാം. അതേപോലെ ഒഴിച്ചു കൊടുക്കുക തവയിലോട്ട്. തവ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ഒന്ന് വെള്ളം ഇതായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിതൊന്ന് അടർത്തി മാറ്റിയെടുക്കാം. അപ്പോൾ സാധാരണ നോർമൽ ദോശ ഉണ്ടാക്കണേക്കാളും കുറച്ച് ടൈം കൂടുതലെടുക്കും ദോശ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.